ഹലോ. മുട്ട വേവിക്കാതെ ഒരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ചേരുവകളായിട്ട് ഒരു 1.5 സവാള, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. മസാലകളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ പെരിഞ്ജീരകവും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാനിവിടെ മസാലക്കറികൾ വയ്ക്കുമ്പോൾ പെരിഞ്ജീരകം പൊട്ടിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ പെരിഞ്ജീരകവും കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാൻ പോകാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 1.5 സവാളയും കൂടി ഇട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ട് ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഇട്ട് അതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണേ. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ഫുൾ ടീസ്പൂൺ അങ്ങനെ ആട്ടോ എടുക്കുന്നത്. ഒരു ഫുൾ ടീസ്പൂൺ മുളക് പൊടി, ഒരു ഫുൾ ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മസാല നിമന്ന് നിൽക്കുന്ന രീതിയിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഇതിന് ഞാൻ മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് തക്കാളിയെല്ലാം നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ തിള ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ച് ഈ മസാലയുടെ മുകളിൽ നമ്മൾ ഒഴിക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ 3 മുട്ടയാണ് കാണിച്ചതെങ്കിലും ഇതിൻ്റെ പുറത്ത് 4 മുട്ട നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ടയെല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇടാം, ഇല്ലെങ്കിലും ഓക്കെയാണ്. നമ്മളിതിനെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ദേ നമ്മുടെ മുട്ട വെന്തു, നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാനിവിടെ ചെയ്തതുപോലെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ പുട്ടിൻ്റെ ഒട്ടത്താണ് കഴിച്ചത് കേട്ടോ. പുട്ട്, ചപ്പാത്തി എന്തിനോടത്ത് വേണമെങ്കിലും നന്നായിട്ട് പോവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എങ്ങനെ ചെയ്യല്ലേ? ഓക്കെ, ബൈ.